ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയെ പറ്റി പറയുമ്പോൾ അമേരിക്കയിലെ പകുതി ആളുകളും വിമാനത്തിൽ കയറിയിട്ടില്ല. നമ്മൾ അതിശയമായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മളെല്ലാവരും വിമാനത്തിൽ കയറിയാണ് അമേരിക്കയിൽ വന്നിട്ടുള്ളത്. പണ്ടുകാലത്ത് കുറച്ച് പേര് കപ്പലിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രം. ബാക്കിയുള്ളവരെല്ലാം വിമാനത്തിൽ വന്നിരിക്കുന്നവരാണ്. വിമാനയാത്ര തന്നെ നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരു 18 മണിക്കൂർ മതി വിമാനത്തിലിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 14-15 മണിക്കൂർ ബോംബെ അല്ലെ ഡൽഹിക്ക്, അവിടുന്ന് പിന്നെ 1.5-2 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ കൊച്ചിക്കോ തിരുവനന്തപുരത്തിനോ ഈ രീതിയിലാണ് പോകുന്നത്. പണ്ടുകാലത്ത് ബോംബെയിൽ നിന്ന് പിന്നെ കേരളത്തിലെത്തുന്നതിന് ഇതിൽ കൂടുതൽ സമയം വേണമായിരുന്നു, ഒരു 30 വർഷം മുമ്പ് വരെ. അപ്പോൾ ഇതാണ് സാഹചര്യം. എങ്കിലും ഈ യാത്ര 18 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ കാലുമൊക്കെ നീട്ടി വെക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത്, ഇത് ഈ കാറ്റൽ ക്ലാസിൻ്റെ കാര്യമാണ് പറയുന്നത്. സാധാരണ ടിക്കറ്റിൻ്റെ ബിസിനസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കാലൊക്കെ നീട്ടിവെച്ച് കുറച്ചുകൂടെ സ്വസ്ഥമായിട്ടൊക്കെ പോകാൻ പറ്റും. ഇതിപ്പം സാധാരണക്കാർ പോകുന്ന കാര്യമാണ് പറയുന്നത്, ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പോൾ അവരിങ്ങനെ കാലും കൈയുമെല്ലാം പിന്നെ അനക്കാതെയും പിടിക്കാതെയും ഒക്കെ ഇത്രയും സമയം ഇരുന്ന് ഒരു വിധത്തിൽ വലഞ്ഞാണ് ചെല്ലുന്നത്. അന്നേരമാണ് പിന്നെ ഇമിഗ്രേഷനിൽ ഓരോ തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം ആദ്യകാലത്തൊക്കെ നമ്മൾ വിഷമിച്ചിട്ടുള്ളത്, അതിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനും അത് കൃത്യമായ മറുപടി പറയാനും ഒക്കെ. അപ്പോൾ ഇതിൽ ഇപ്പം ഈയിടയ്ക്ക് ഇത് ഇത്രയൊക്കെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല. ഈയിടയ്ക്കൊരു മഹാനായ മലയാളിക്കെതിരെ കേസ് വന്നു. അദ്ദേഹം കാലിഫോർണിയയിലുള്ളൊരു സ്ത്രീയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് വിമാനയാത്രയിൽ പിന്നെ കാലിഫോർണിയയിൽ നിന്ന് ടെക്സസിനുള്ള വിമാനയാത്രയിൽ ഇയാളുടെ നടുക്കത്തെ സൈഡിലായിരുന്നു സ്ത്രീ. അപ്പോൾ ആ സ്ത്രീയെ ആദ്യമൊന്ന് മുട്ടിയൊരുമ്മി, പിന്നെ അവരങ്ങോട്ട് മാറി, താല്പര്യം കാണിക്കാതെ അങ്ങോട്ട് മാറിയിരുന്നു. എന്നിട്ടും അവരെ അവിടെ ഇവിടെയെല്ലാം സ്പർശിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഇവിടെയെല്ലാം പിന്നീട് കയറി പിടിച്ചു. അപ്പോൾ സ്റ്റോപ്പെന്ന് അവർ പറഞ്ഞിട്ട് അലറി വിളിച്ചിട്ടും അയാൾ നിർത്തിയില്ല. ഈ ക്യാബിൻ ക്രൂ ആരും ആ വഴിക്ക് വന്നില്ല. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ എയർപോർട്ട് വിമാനം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അവിടെ കൗണ്ടറിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ ദേഷ്യപ്പെടുകയാണ് ഇവരോട് ചെയ്തത്. അത് പിന്നെ ആ സംഭവിച്ച സമയത്ത് തന്നെ അന്നേരം പറയേണ്ടതില്ലേ. അപ്പോൾ അവർ പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വല്ലതും ചെയ്തു കളയോ, പ്രതികാരം ചെയ്തു കളയോ എന്ന് പേടിച്ചു. അതുമാത്രമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം ചിലപ്പം വേറെ ഏതെങ്കിലും വഴിയിലേക്ക് പോയി, അല്ലെങ്കിൽ വിമാനം ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും. അപ്പോൾ അതും മറ്റു യാത്രക്കാർക്കെല്ലാം ദേഷ്യമായി തീരും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അത് അമേരിക്കൻ എയർലൈൻസിനാണ്. അവർ നടപടിയൊന്നും അന്നേരം എടുത്തില്ല. ഇയാൾക്കെതിരെയും എയർലൈൻസിനെതിരെയും കേസെടുത്തു. എയർലൈൻസ് നെഗ്ലിജൻസിൻ്റെ പേരിൽ. നമ്മൾ ഇതിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മലയാളിയിൽ.